അവർ ശാസ്താംകോട്ട ഭാഗത്തു നിന്നാണ് ഈ കാറ് വന്നത്. ഈ കാറ് അവിടെ നിന്ന് തട്ടിയിട്ട് വണ്ടിയിൽ ഇടിക്കുമ്പോൾ തന്നെ ഏതാണ്ട് ഒരു 15 മീറ്ററോളം വണ്ടി തെറിച്ചു പോയാണ്. വണ്ടി തെറിച്ചു പോയി കഴിഞ്ഞിട്ട് ഈ സ്ത്രീകൾ രണ്ടുപേരും കൂടെ കാറിൻ്റെ ബോണറ്റിൻ്റെ പുറത്തേക്ക് വളരെ ഉയരത്തിൽ ഉയർന്നിട്ട് വീഴുകയാണ്. വീണ് ഈ ഫൗസിയ എന്ന് പറയുന്ന സ്ത്രീ അങ്ങ് സൈഡിലേക്കും ഈ കുഞ്ഞുമോള് ഈ കാറിൻ്റെ ഫ്രണ്ടിലേക്കുമാണ് വീഴുന്നത്. അപ്പോഴത്തേക്ക് ആളുകൾ ഓടിച്ചെന്നിട്ട് ഈ കുഞ്ഞുമോള് ടയറിൻ്റെ ഫ്രണ്ടിൽ കിടക്കുക, ടയറിന് അടവെച്ചതുപോലെ കിടക്കുകയാണ്. അപ്പോൾ ആളുകൾ പറഞ്ഞു, വണ്ടി എടുക്കല്ലേ, ആൾ ഫ്രണ്ട് കിടപ്പുണ്ട്, ഒരു കാരണവശാലും എടുക്കല്ലേ എന്ന് പറഞ്ഞു. ഇവൻ റിവേഴ്സ് എടുത്തിട്ട് വീണ്ടും 1-2 തവണ ഇവരെ അവിടെ വെച്ച് ടയറും റോഡുമായിട്ട് ഇവരുടെ തല ഇരുന്ന് കറങ്ങി ഉരഞ്ഞ് അവരുടെ തലയുടെ ഒരു ഭാഗം അങ്ങ് ഇളകി പോവുകയാണ് ചെയ്യുന്നത്. അപ്പോഴും ആളുകൾ വളരെ കാര്യമായിട്ട് കാറിനകത്ത് അടിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ആളുണ്ട്, അപകടമാണ്, ഒരു കാരണവശാലും വണ്ടി എടുക്കരുത്. ഇവൻ വീണ്ടും വണ്ടി അതിവേഗത്തിൽ അവരുടെ മുകളിലൂടെ ഫ്രണ്ട് വീലും അതുപോലെ ബാക്ക് വീലും കയറി ഇറങ്ങി അവരുടെ എല്ല് പൊടിയുന്ന രീതിയിൽ അവരുടെ ശരീരത്തിൽ കൂടി വണ്ടി കയറ്റി അതിവേഗത്തിൽ ഓടിച്ചു പോവുകയാണ് ചെയ്തത്. വണ്ടി തടഞ്ഞു നിർത്താനുള്ളൊരു ശ്രമം നടത്തി. തടഞ്ഞു നിർത്താൻ ജനങ്ങൾ അതിൻ്റെ മുമ്പിൽ കയറി നിന്നാൽ ആ ജനങ്ങളും അപകടത്തിൽപ്പെടും. അതുകൊണ്ട് അവർ സൈഡിൽ നിന്നുകൊണ്ട് അവർ സൈഡിൽ നിന്നത് കാര്യമായി, അല്ലെങ്കിൽ ഈ അപകടമല്ല ഇവിടെ നടക്കുന്നത്. ഒരുപാട് പേര് മരിക്കുന്ന ഒരു സാഹചര്യം. എങ്ങനെയാണ് ഈ വാഹനം പിടിയിലാവുന്നത്? ഈ വാഹനം ഇവിടുന്ന് പിന്നെ ആളുകൾ വാഹനത്തെ ചേസ് ചെയ്ത് അപ്പോൾ തന്നെ ശാസ്താംകോട്ട പോലീസിനെയും അതുപോലെ തന്നെ കരുനാഗപ്പള്ളി പോലീസിനെയും വിവരം അറിയിച്ച് അവരും സ്ഥലത്തെത്തി. കാറിനകത്തുണ്ടായിരുന്ന വനിതാ ഡോക്ടറാണ്. ആ ഡോക്ടർ പോലും ചിന്തിച്ചിരുന്നില്ല ഇവരെ പരിക്കുപറ്റി ആശുപത്രി കൊണ്ടുപോകാനൊന്നും. അവരെന്തെങ്കിലും സംസാരിച്ചിരുന്നു? അല്ല, അവരുടെ ഒരു പ്രൊഫഷണൽ എത്തിക്സ് മറന്നുകൊണ്ടാണ് അവർ ഈ ആക്ടിവിറ്റീസൊക്കെ ചെയ്യുന്നതെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളത്. ഇവിടെ കിടന്ന് പിടച്ചതാ കുഞ്ഞുങ്ങൾ. ഇവിടെ തലയടിച്ചാണ് ഇവിടെ 3 പ്രാവശ്യം അപ്പുറം ഇങ്ങോട്ട് കയറ്റി. കണ്ണീര് കാണാൻ ഒരു മെഡിക്കൽ ലൈസൻസ് കട്ട് ചെയ്യണം, അത് അത്യാവശ്യമാണ്. ഇത് ഇങ്ങനെയുള്ള ഡോക്ടർ ഇങ്ങനെ ചെയ്തപ്പോൾ എന്താ മര്യാദയാ? ഒരു പക്ഷേങ്കിൽ ആ കാർ കയറിയില്ലായിരുന്നെങ്കിൽ അവർ മരണപ്പെട്ടില്ലായിരുന്നു. 4 പ്രാവശ്യമാണ് ആ ടയർ, ഞാൻ ലൈവായിട്ട് കണ്ടുകൊണ്ടിരുന്ന ഒരാളാണ്. 4 പ്രാവശ്യമാണ് ആ കുട്ടിയുടെ പുറത്ത് ടയർ കയറുന്നത്, സ്ത്രീയുടെ പുറത്ത്. പറഞ്ഞു മനസ്സിലായി. അപ്പോൾ ഇവിടെ കൂടി നിൽക്കുന്ന ആൾക്കാർ പറയുന്നു കേട്ടില്ല എന്ന് പറയും. ഇതൊന്നും അവൻ ചെവിക്കൊള്ളുന്നില്ല. അവൻ എടുത്ത് ദൃക്സാക്ഷികളാണ്, ഞങ്ങളെല്ലാം ദൃക്സാക്ഷികളാണ്. ജസ്റ്റ് ക്രോസ് ചെയ്യുമായിരുന്നു. ക്രോസ് ചെയ്തപ്പം മറ്റേ വണ്ടി റോങ് സൈഡിലൂടെ വരുമായിരുന്നു, അവരപ്പുറത്താണ്. അപ്പോൾ ആ സൈഡിലൂടെ വന്ന് ഇടിച്ചിട്ട് ഞാനിവിടെ കിടന്ന് കൂവുന്നുണ്ടായിരുന്നു. വണ്ടി എടുക്കല്ലേ എന്ന് പറഞ്ഞ് അതൊന്നും കേൾക്കാതെ അയാൾ ആ വണ്ടി അതിൻ്റെ പുറത്തുകൂടെ എടുത്തതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമുക്ക് ആ രക്ഷിക്കാൻ പറ്റുമായിരുന്നു. ആ വണ്ടിയുടെ അടിയിൽ നിന്ന് എങ്ങനെയെങ്കിലും വലിച്ചെടുത്ത്